ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും SI നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2 നോട്ടിഫിക്കേഷനുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ 2 നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണ്, അതിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു SI നോട്ടിഫിക്കേഷൻ 2 നോട്ടിഫിക്കേഷനുകളായിട്ട് ആണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഒന്ന് കേരള സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതുപോലെ തന്നെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നിങ്ങനെ 2 നോട്ടിഫിക്കേഷനുകളാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ കേരള സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന നോട്ടിഫിക്കേഷനിലാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനുകളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അതേതാണ്? പോലീസ്, കേരള സിവിൽ പോലീസാണ്. അവർക്ക് കേരള സിവിൽ പോലീസിലേക്കാണ് ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് അല്ലേ. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് ഇതിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 45,600 മുതൽ 95,600 വരെയാണ് കേട്ടോ. അതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് കേട്ടോ. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കാറ്റഗറി നമ്പറാണ്. കാറ്റഗറി നമ്പർ, ആദ്യത്തെ കാറ്റഗറി നമ്പർ ആയിട്ടുള്ള 448/2025 ആണ് ഓപ്പൺ മാർക്കറ്റ്. അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 448/2025 എന്ന കാറ്റഗറി നമ്പറിലാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് 449/2025, അതുപോലെ തന്നെ 450/2025. ഇത് രണ്ടും ഒന്ന് ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾസ്, അവർക്കൊക്കെയാണ് ഈ കാറ്റഗറി നമ്പർ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 448/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന കാര്യം ഓർക്കുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഏതാണ്? 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2/1/1994 അതുപോലെ തന്നെ 1/1/2025 ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റിലുള്ളവർക്കാണ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓർക്കുക, പ്രായപരിധി എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് എന്ന് ഓർക്കുക കേട്ടോ. പിന്നീട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് കേട്ടോ. ഓർക്കുക, ഗ്രാജുവേഷനാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ബിരുദമുള്ള, ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞിരിക്കുന്നത് 165.10 സെൻറ്റിമീറ്റർ ആണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 160 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഓർക്കുക, SC SC കാൻഡിഡേറ്റ്സിന് അതിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യവും ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നീട് നമ്മൾ പറഞ്ഞു 2 നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞല്ലേ. അതിൽ മറ്റൊരു നോട്ടിഫിക്കേഷനാണ് 446/2025, അതായത് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള പോലീസ് അല്ലേ. അപ്പോൾ അതിൻ്റെ നെയിം ഓഫ് പോസ്റ്റും എന്താണ്? ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നതാണ് എന്ന കാര്യം ഓർക്കുക. സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് സെയിം ആണ്, 45,600 മുതൽ 95,600 വരെയാണ് എന്ന കാര്യം ഓർക്കുക. നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ എന്താണ്? ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു കാറ്റഗറി നമ്പർ 446/2025 എന്ന കാറ്റഗറി നമ്പറാണ് ഇത് ഓപ്പൺ മാർക്കറ്റ്, അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്, അതായത് ആണുങ്ങൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് എന്ന കാര്യം ഓർക്കുക. അതിൽ തന്നെ 446/2025 എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ്, എനി ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 167 ആണ്. അപ്പോൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷനും ഇതിൽ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക,
ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുക. അതിന് മുന്നേ ആയിട്ട് ഒന്നോടെ ഓർമ്മിപ്പിക്കുന്നു, അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം നമുക്കറിയാം നിരവധി നോട്ടിഫിക്കേഷനുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണല്ലേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഇപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ചിട്ടയായ ഒരു പഠനമാണ് നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, SI നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ മറ്റു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു പഠനമൊന്നും സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുണ്ട്. അപ്പോൾ മിൻറ്റ് PSC അതിനായിട്ട് ഒരു റെക്കോർഡഡ് ക്ലാസ് അതിൻ്റേതായി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റെക്കോർഡഡ് ക്ലാസ് മാത്രമായിരിക്കും അവൈലബിൾ. അപ്പോൾ 899 രൂപയാണ് എന്ന കാര്യം ഓർക്കുക. റെക്കോർഡഡ് ക്ലാസ് മാത്രം പോരാ, ഒരു മെൻറ്റർഷിപ്പും ടെസ്റ്റ് സീരീസും ഒക്കെ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇതിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, ടെസ്റ്റ് സീരീസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, SI നോട്ടിഫിക്കേഷൻ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. 2 നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സിവിൽ പോലീസിലേക്കുള്ളതാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.